അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ഒരു സൂചി ഗോതമ്പ് മസാല ഉപ്പുമാവാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു ബൗളിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു അരിപ്പ് ഇതുപോലെ മുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് സൂചി ഗോതമ്പ് ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ വാഷ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ കാണിക്കുന്നത്. ഇതുപോലെ ഒരു ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് അതേ ബൗളിലേക്ക് തന്നെ ആ സ്ട്രെയിനറിൽ തന്നെ വെച്ചാൽ മതി. ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഇഷ്ടമുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിച്ചെടുക്കാം. പിന്നെ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അര ടീസ്പൂൺ ഉഴുന്നും പരിപ്പും അര ടീസ്പൂൺ കടലപ്പരിപ്പും ഒരു വറ്റൽമുളകും രണ്ട് നല്ല വലിയ കതിരി വേപ്പിലയും കൂടെ ഒന്ന് ഉതിർത്തിട്ട് ഇട്ട് കൊടുക്കാം. ആ പരിപ്പുകളെല്ലാം ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ചെറിയ സൈസ് വളരെ ചെറിയ സൈസ് സവാള നല്ല പൊടി പൊടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ 4 പച്ചമുളക് ഇതുപോലെ നടുവൊന്ന് കീറിയതിന് ശേഷം അതും ഈ സവാളയുടെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് വഴറ്റിയെടുക്കുക. സവാള ആ പച്ചമണക്കറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വന്നു കേട്ടോ. നമുക്കിത് സൂചി ഗോതമ്പ് ടേസ്റ്റ് അറിയില്ല, എല്ലാ കുട്ടികൾക്കൊക്കെ സ്പെഷ്യലായിട്ട് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ പച്ചവാസനയെല്ലാം മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കളറിനായിട്ടും, പിന്നെ നമ്മുടെ ഗരം മസാല ഓൾ ഇൻ വൺ ഗരം മസാല അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഗരം മസാല ഉപയോഗിക്കുന്നത്. നമ്മുടെ ചാനലിൻ്റെ ഗരം മസാലയാണ്. അത് അര ടീസ്പൂണും ഒരു മീഡിയം സൈസ് തക്കാളി പൊടി പൊടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തക്കാളിയൊക്കെ ഒന്ന് വാടി ഒരു പാതി സോഫ്റ്റായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചീവി എടുത്തതാണ്. അതിൻ്റെ സ്റ്റാർച്ച് കളയാനായിട്ട് 2-3 വട്ടം വാഷ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നല്ല സ്റ്റിഫായിട്ട് നല്ല വടി പോലെ ഇങ്ങനെ ഇരിക്കും ഉരുളക്കിഴങ്ങ്. അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം പോവും. അപ്പോൾ അത് അങ്ങനെ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കൂടെ ചീവി എടുത്തതാണ്. ചീവിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാരറ്റും ഉരുളക്കിഴങ്ങ്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നല്ല ബ്ലേഡ് പരിവിനെ നീളത്തിൽ ചെരിച്ചിട്ടാണ് ബീൻസ് അങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഓളം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കുക. മൂടി വെച്ചിട്ട് ഒരു പാതി വേവൊക്കെ ഒന്ന് ആയാൽ മതിയാവും കേട്ടോ ഈ പച്ചക്കറികളെല്ലാം. ആ സമയത്ത് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സൂചി ഗോതമ്പ് എത്രയാണ് എടുത്തത് അതിൻ്റെ 3 ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ അരക്കപ്പ് എടുത്ത കാരണം 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് നന്നായി ഇളക്കിയിട്ട് ടേസ്റ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. അതിന് അനുസരിച്ചിട്ട് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഇളക്കി വെച്ച് കൊടുക്കുക. ഇനി അത് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിലെ വെള്ളം വറ്റുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ നല്ല കിടിലൻ ടേസ്റ്റുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വെള്ളം വറ്റിയാൽ മാത്രം മതി. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട തന്നെ ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് കമൻസ് എല്ലാം ഷെയർ ചെയ്യുക.